Hello, good morning. അപ്പോൾ നമ്മൾ ഇന്ന് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്നുള്ള ടോപ്പിക്കിൽ MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെസ്, സ്ട്രെയിൻ, ഹുക്സ് ലോ, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഇതിൽ നിന്നൊക്കെ വരുന്ന MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ദ റേഷ്യോ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ ഈസ് കോൾഡ്. എന്തായിരുന്നു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരുന്നു അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് മോഡുലസ് ഓഫ് റിജിഡിറ്റി മേ ബി ഡിഫൈൻഡ് ആസ്. മോഡുലസ് ഓഫ് റിജിഡിറ്റിക്ക് ജി, സി, എന്നൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ അല്ലേ. ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആയിരുന്നു അതിന്റെ റേഷ്യോ ആയിരുന്നു അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്തത് നോക്കിയേ, എ സ്റ്റീൽ കേബിൾ ഓഫ് 20 mm ഡയമീറ്റർ. അവന്റെ ഡയമീറ്റർ തന്നിരിക്കുന്നത് 20 mm എന്നാണ്. ആൻഡ് ലെങ്ത് 10 മീറ്റർ. ലെങ്ത് എത്ര തന്നേക്കുന്നത്? 10 മീറ്റർ. അപ്പം ഞാൻ അതിനെ mm-ലാക്കുവാണ്. 10 × 10⁻³ mm എന്നാക്കുക. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ഫോഴ്സ് 5000 Newton. Okay, if modulus of elasticity of material of wire is 2 × 10⁵ Newton/mm². നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇലോങ്ങേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ. ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? PL / AE ആയിരുന്നു അല്ലേ. അപ്പം P എന്ന് പറയുന്നത് 5000 Newtons തന്നിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എഴുതി 10 × 10⁻³ mm നമ്മൾ എഴുതി. ഇനി അടുത്തത് ഏരിയ എന്താണ്? ഏരിയ D 20 mm ആണെങ്കിൽ ഏരിയ π/4 × 20² എന്ന് വരും അല്ലേ. π/4 × 20² mm² എന്ന് വരും അതിൻ്റെ ഏരിയ. അപ്പം ഞാൻ അതിനെ ഇവിടെ എഴുതുവാണെങ്കിൽ പൈ താഴെ എഴുതും, 4 മേളിൽ എഴുതും, π/4 × 20 × 20 എന്ന് എഴുതാം. നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിൽ. ഇത്ര mm² എന്ന് വരും അല്ലേ. ഇനി അടുത്ത എന്താ വരുന്നത്? ഇ വരണം അല്ലേ. ഇ എന്ന് പറയുന്നത് 2 × 10⁵ Newton/mm² എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഈ mm² രണ്ടും ക്യാൻസൽ ആയപ്പോൾ ഇവിടുന്ന് ന്യൂട്ടണും പോയി. അപ്പം നമുക്ക് ആൻസർ കിട്ടുന്നത് mm-ലാന്ന് അറിയാം. ഓക്കെ, ഇപ്പം നോക്കി ഇനി എത്ര സീറോസ് ക്യാൻസൽ ചെയ്യാം? ഇവിടെ 10⁵ ഉണ്ട്. ഇവിടെ നമ്മൾ 5 സീറോസ് ക്യാൻസൽ ചെയ്തു. ഇവിടെ 2 സീറോയും കൂടെ ഉണ്ട്, അത് രണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പം പിന്നെ ന്യൂമറേറ്ററിൽ ഒരു 4 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി എത്ര വന്നു? 5/2π എന്ന് വന്നു അല്ലേ. അപ്പം നമ്മുടെ ഓപ്ഷൻ എത്ര? 5/2π mm. അപ്പം ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 5/2π mm. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, a cylindrical bar of length L as deforms by 1 mm. അവൻ ഡിഫോർമേഷൻ എത്ര? 1 mm. The strain in the bar will be. ഓക്കെ, അവൻ്റെ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് 1 mm ആണ്. സ്ട്രെയിൻ ഇൻ ദ ബാർ എത്ര ആയിരിക്കും? 0.001/L ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു ഈ സ്മോൾ എൽ എന്ന് പറയുന്ന എക്സ്ട്രാ വന്നൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓപ്ഷൻ അതുപോലെ തന്നെ ഇട്ടെന്നുള്ളൂ. നമ്മുടെ സ്ട്രെയിൻ എന്തായിരിക്കും? ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0.001, സോറി 2 0 ആണ്, 0.001L / 0.001/L. 1 mm ആണ് അതിൻ്റെ ഡിഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്തത് എവരി മെറ്റീരിയൽ ഒബേ ഹൂക്സ് ലോ വിത്തിൻ. എവിടെയാണ് നമ്മൾ സ്പെസിഫൈഡ് എടുത്ത് പറഞ്ഞ ഹൂക്സ് ലോ വിത്തിൻ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. എവരി മെറ്റീരിയൽ ഒബേ ഹൂക്സ് ലോ വിത്തിൻ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത് നോക്കി, ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ബൈ വിച്ച് ഇറ്റ് റെസ്യൂംസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ആഫ്റ്റർ ഡിഫോർമേഷൻ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ ഡിഫോർമേഷൻ റിമൂവ് ചെയ്താലും അവൻ്റെ ഒറിജിനൽ ഷേപ്പ് അറ്റൈൻ ചെയ്യും. ആ പ്രോപ്പർട്ടിക്ക് എന്ത് പ്രോപ്പർട്ടി എന്നാ പറയുന്നത്? ഇലാസ്റ്റിസിറ്റി. ഓക്കെ, നമ്മൾ പഠിച്ചത് അല്ലേ. ഇനി അടുത്ത നോക്കിയേ, വാല്യൂ ഓഫ് പോയിസൺസ് റേഷ്യോ ഓഫ് മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പം പോയിസൺസ് റേഷ്യോ ഓഫ് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തിനൊക്കെയാ? കോർക്കിന് 0 ആണെന്ന് പറഞ്ഞു, കോൺക്രീറ്റിന് 0.1 ആണെന്ന് പറഞ്ഞു, മെറ്റലിന് 0.25 to 0.33 ഇടയിലാണെന്ന് പറഞ്ഞു ഇല്ലേ. പിന്നെന്താ പറഞ്ഞ നമ്മൾ റബ്ബറിന് 0.5 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ മെറ്റീരിയൽ അനുസരിച്ച് മാറുന്നതനുസരിച്ച് പോയിസൺസ് റേഷ്യോ മാറുന്നുണ്ട്. അപ്പം പോയിസൺസ് റേഷ്യോ ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് അപ്പോൺ എന്താ? ദ മെറ്റീരിയൽ ഓഫ് ദ ടെസ്റ്റ് സ്പെസിമെൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത് നോക്കിയേ, when a bar is loaded axially in tension, the decrease in dimension occur in. എവിടെയൊക്കെയാ നമ്മൾ ടെൻഷനിൽ ഇതിന് ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഡിക്രീസ് ഇൻ ഡയമെൻഷൻ എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത്? വിഡ്ത്തിലും തിക്നെസ്സിലും ഉണ്ടാകുന്നത് അല്ലേ. അല്ല ഡയമീറ്റർ ഉണ്ടെങ്കിൽ ഡയമീറ്റർ. അപ്പോൾ ലെങ്തിൽ ചേഞ്ച് ഉണ്ടാവോ? ഡിക്രീസ് ഉണ്ടാവോ? ഇല്ല. വിഡ്ത്തിൽ മാത്രമല്ല തിക്നെസ്സിൽ മാത്രമല്ല, വിഡ്ത്ത് ആൻഡ് തിക്നെസ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത നോക്കി, in case of non-dilatant material, the maximum value of Poisson's ratio is maximum value of Poisson's ratio എത്ര നമ്മൾ പറഞ്ഞേ? 0.5 ആണ്. റബ്ബറിനാണ് അത് ഉണ്ടാവുന്നത്.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത നോക്കിയേ, ഇഫ് ദ വാല്യൂ ഓഫ് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് 0, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി 0 ആണ്, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ മെറ്റീരിയൽ ഈസ്, യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി 0 എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ 0 ആണ്. സ്ട്രെസ് 0 ആണ്. സ്ട്രെസ് 0 എന്ന് പറയുമ്പോൾ എന്താ, സ്ട്രെയിൻ മാത്രമേ ഉള്ളൂ, സ്ട്രെയിൻ ഇൻഫിനിറ്റി ആണ് അല്ലേ, സ്ട്രെയിൻ ഇൻഫിനിറ്റി അല്ലെ, നല്ല വലിയ വാല്യൂ ആണ് സ്ട്രെയിൻ. അപ്പം സ്ട്രെയിൻ കൂടുക എന്ന് പറഞ്ഞാൽ എന്താ, ഇലോങ്ങേഷൻ കൂടുക. ഇലോങ്ങേഷൻ കൂടുന്നത് ഏത് ടൈപ്പ് മെറ്റീരിയലാണ്, പ്ലാസ്റ്റിക് മെറ്റീരിയലുകളിലാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, പ്ലാസ്റ്റിക് ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ് പഠിപ്പിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു.